പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. സോപ്പിൽ വെള്ളം ചേർക്കാൻ പാടുണ്ടോ? ഹോട്ടലിൽ ചെല്ലുമ്പോൾ കയ്യാകാൻ ചെന്നിടത്ത് കണ്ടുകിണ നിങ്ങൾ സോപ്പിന്റെ കുപ്പിയിൽ പകുതി വെള്ളം ബാക്കി സോപ്പും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കല്യാണത്തിന് നിങ്ങളെ പേരയിൽ വെക്കലുണ്ടോ? ഡൈനിങ് ഹാളിൽ നിങ്ങളെ പേരയിൽ ഇരിക്കുന്നുണ്ടോ? ആ സാധനം ആലോചിക്കണ്ടല്ലേ? അപ്പൊ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ആദ്യം തന്നെ നമ്മൾ ആ കല്യാണത്തിന് പലർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കട്ടല്ലേ, മീനിന്റെ ഒക്കെ മാതിരി, അത് വാങ്ങിക്കൊടുന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ സബീനപ്പൊടി അല്ലെങ്കിൽ സർഫും പൊടി വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ വെക്കണേ? അപ്പൊ ഇത് കുപ്പിയിലുള്ള വെള്ളമാണ് തോന്നിപ്പിക്കും വേണം, എന്നാ കായ് ചെലവാകും ചെയ്യരുത്. ഇതാണല്ലേ പരിപാടി. പാലില് വെള്ളം ചേർക്കുന്നിടത്തും അതന്നെയല്ലേ ഉള്ളത്. അപ്പൊ പാലില് വെള്ളം അതിന് നമ്മക്ക് പൈക്കളൊന്നും ഇല്ലല്ലോ എന്നാ നമ്മൾ ആലോചിക്കണത്. കയ്യക്കലുണ്ടോ? അത് ആലോചിക്കണില്ല. പാലില് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. അതന്നെ ഞാനും പൈക്കളൊന്നും വളർത്താത്തത് എന്നാണ് ആലോചിക്കണത്. പാലില് വെള്ളം ചേരാൻ പാടില്ലാത്തോണ്ട് സോപ്പിലും പറ്റൂല, സോപ്പും പൊടിയിലും പറ്റൂല, ചായപ്പൊടിയിലും പറ്റൂല, ഒരു സംഗതിയിലും മായം ചേർക്കാൻ പാടില്ല. എന്താ ആലോചിക്കാത്തത്? എല്ലാതും അതേമാതിരി തന്നെയാണ്. അപ്പൊ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ഇതൊക്കെ നമ്മക്കറിയാം. ഞാൻ ഇപ്പൊ പറഞ്ഞോളത്തോടുള്ള ഒരു കാര്യം ഒരു ഹദീസും നിങ്ങൾക്കാർക്കും അറിയാത്തതല്ല. ഞാൻ പറഞ്ഞ ഒരു ഹദീസും നിങ്ങൾക്കാർക്കും അറിയാത്തതല്ല. എല്ലാവരും സാധാരണ കേൾക്കാറുള്ള ഹദീസ്. പക്ഷെ ജീവിതത്തിൽ വരുമ്പോ ഇല്ല. എന്താ ചെയ്യാ? ഹദീസ് കാണാതെ അറിയണമെന്നില്ല, ജീവിതത്തിൽ അതുണ്ടാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഖൈറിനെ പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കലാകുന്നു അടിസ്ഥാനം, ഖൈർ പറയൽ അടിസ്ഥാനമല്ല. ഇനിയൊരിക്കലും പറയാതിരിക്കാൻ കഴിയൂല എന്ന് തോന്നുമ്പോ മാത്രം, ആവശ്യത്തിന് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞ ഒരു വാക്ക് തിരിച്ചെടുക്കാനും അള്ളാഹുവിന്റെ ദുനിയാവിൽ വഴിയില്ല. പറയാതിരുന്നാൽ പിന്നീട് ആവശ്യമാകുമ്പോൾ പറയാവുന്നതാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സാഹോദര്യബന്ധം തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഒന്ന് പരിഹാസം, രണ്ട് ഇരട്ടപ്പേര് വിളിക്കുക, ടൈറ്റ് പേര് വിളിക്കുക, മൂന്നാമത്തെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുക. സൂറത്തുൽ ഹുജറാത്തിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ فمن لم يتب فأولئك هم الظالمون أو فأولئك هم الخاسرون. يا أيها الذين آمنوا يا സത്യവിശ്വാസികളെ, നല്ല കേൾക്കട്ടെ എല്ലാവരും, പ്രത്യേകിച്ച് യുവാക്കള് കുട്ടികളൊക്കെ നല്ല ഈ ഹദീസ് ഈ ആയത്ത് കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, യ സത്യവിശ്വാസികളെ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ആയത്ത് കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, യ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായിരിക്കും. ഞാൻ നിങ്ങളെ കളിയാക്കിയാൽ ഇന്നേക്കാൾ ഖൈർ നിങ്ങളാണ്, നിങ്ങൾ ഇന്നെ കളിയാക്കിയാൽ നിങ്ങളെക്കാൾ ഖൈർ ഞാനാ. ബുദ്ധിയുള്ളവൻ ഭ്രാന്തനെ കളിയാക്കുന്നുവെങ്കിൽ ബുദ്ധിയുള്ളവനേക്കാൾ ഭ്രാന്തൻ ഖൈറാണ്. ആരെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവൻ രണ്ടാം സ്ഥാനത്തും പരിഹസിക്കപ്പെടുന്നവൻ ഒന്നാം സ്ഥാനത്തും. ഇങ്ങനാവും. കുട്ടികളെ മുതിർന്നവർ കളിയാക്കിയാൽ കുട്ടികൾ ഒന്നാം സ്ഥാനത്തും മുതിർന്നവർ രണ്ടാം സ്ഥാനത്തും. ആരെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവൻ രണ്ടാം സ്ഥാനത്തും പരിഹാസം കിട്ടിയവൻ ഒന്നാം സ്ഥാനത്തേക്കും വരും. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ. സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് വർത്താനം പറയുന്നവർ സ്ഥലം മാറേണ്ടതാണ്. മൈക്കേ കൂടെ കേൾക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ആരും ആരെയും പരിഹസിക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും, പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവരെക്കാൾ ഖൈറായിരിക്കും.
വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്ന പെണ്ണ് പരിഹസിക്കുന്ന പെണ്ണിനേക്കാൾ ഖൈറായിരിക്കും. കേട്ടങ്ങള്, ആരും ആരെയും കളിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഒരു പെണ്ണിനെയും കളിയാക്കരുത് എന്ന് വേറെ പറയാണ്. ആരും ആരെയും കളിയാക്കരുത് എന്നാൽ പെണ്ണുങ്ങളും പെടൂലേ? പെടും. പിന്നെന്തിനാ ഒരു പെണ്ണും ഒരു പെണ്ണിനെ കളിയാക്കരുത് എന്ന് പറഞ്ഞത്? കളിയാക്കുക എന്നുള്ള പരിപാടി പെണ്ണുങ്ങൾക്കിടയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരിഹാസം ആണുങ്ങൾക്കിടയിലല്ല കൂടുതലുള്ളത്, പരിഹാസം സ്ത്രീകൾക്കിടയിലാണ്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് രണ്ട് കൂട്ടക്കാരാണ്. രണ്ട് വിഭാഗമാണ് ഏറ്റവും പരിഹസിക്കപ്പെടുന്നവർ. ഒന്ന് നാട് മാറി താമസിച്ചവർ. നാട് മാറി താമസിച്ചവര് ജന്മനാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് താമസാക്കിയവർ 20 കൊല്ലം കഴിഞ്ഞാലും പറയും ഓലിവിടെ വന്ന് പാർക്കാണ്. നമ്മളൊക്കെ ആദം നബിന്റെ ഒപ്പം വന്നതാന്ന് വിചാരിക്കും. അല്ല, ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല, നമ്മളൊക്കെ ഇവിടെ വന്ന് പാർത്ത തന്നെയാണ്. വെറുതെ പറയാ മനുഷ്യന്മാര്, ഓലിവിടെ വന്ന് പാർക്ക. നമ്മൾ ആദം നബി സ്വർഗത്ത് നിന്ന് പോന്നപ്പോ ഒരാള് അരപ്പാറമ്മി ഇറങ്ങിയതാണ് നമ്മളെ വല്ലിപ്പാന്ന് നമ്മളെ വിചാരം. അല്ല, നമ്മളിവിടെ വന്ന് പാർത്ത തന്നെ. അക്രിമുൽ ഖുറബാ ഫഇന്നി മിനൽ ഖുറബാ, ഹബീബുനാ റസൂലുള്ളാഹി, നിങ്ങൾ വിദേശികളെ ബഹുമാനിക്കണേ, തീർച്ചയായും ഞാൻ വിദേശിയാകുന്നു. മുഹമ്മദ് നബി വിദേശിയാണ്, മക്കക്കാരനാണ്, മദീനയിൽ താമസാക്കി. അതുകൊണ്ട് വിദേശികളെ ബഹുമാനിക്കണം, അവർക്കാണ് ഏറ്റവും സ്ഥാനമുള്ളത്. അതുകൊണ്ട് ഓലിവിടെ വന്നു പാർക്കണവര് നമ്മളിവിടെ സ്ഥിരമുള്ളവരൊന്നുമല്ല, എല്ലാവരും വന്നു പാർക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പൊ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന രണ്ട് കൂട്ടരാണ്. ഒന്ന് നാട് മാറി താമസിച്ചോര്. രണ്ടാമത്തേത് ഈ നാട് മാറി താമസിച്ചെന്ന് പറഞ്ഞാൽ ബംഗാളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബംഗാളിയാവുമ്പോ ഓൻ ബംഗാളിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കണ്ട. ഓനും അങ്ങനെ തന്നെയാണ്. പെരുന്നാക്കൊക്കെ ഒരു ചോറൊക്കെ കൊടുത്താളി നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പെരുന്നാക്ക് ഇഷ്ടംപോലെ ചോറുണ്ടാവുമല്ലോ. ബംഗാളികൾക്ക് കൊടുത്താൽ കൂലി ഇട്ടൂല എന്നൊന്നുമില്ല. ആൾക്കാർ വിചാരം ബംഗാളികൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാ. പണ്ട് തമിഴ്നാട്ടുകാർക്കായിരുന്നു ഒന്നും കൊടുക്കാൻ പാടില്ല. ഒരു ബംഗാളി ഇതേമാതിരി നമ്മള് അറബികളെ ബംഗാളി തന്നെയാണ്. അവിടെ ചെന്ന് നോക്കിയാലോ അത് നമ്മൾ ഇതേമാതിരി നമ്മൾ വലിയ പേര് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ അറബികളെ സംബന്ധിച്ച് അവിടുത്തെ ബംഗാളികൾ തന്നെയാണ്. നമ്മളിവിടെ വന്നിട്ട് വലിയ പേരൊക്കെ കയറ്റിയാണ്. ഓല് നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, അതേമാതിരി നമ്മളും ചെയ്തു കൊടുക്കണം. അതന്നെ. അപ്പൊ അതൊരു വിദേശിയാണെന്ന് അർത്ഥം. വിദേശികളെ ബഹുമാനിക്കണം. അക്രിമുൽ ഖുറബാ. ലക്ഷദ്വീപ് ചെന്നാല് ശരിക്കും കാണുന്നത്. ലക്ഷദ്വീപിൽ വിരുന്നു വന്ന ആരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമാണ്. വീട്ടുകാരനൊരാളൊപ്പം ഉണ്ടാവും, ഒറ്റയ്ക്ക് എവിടേക്കും പോകാൻ പാടില്ല. ഭയങ്കര ആദരവും ബഹുമാനമാണ് വിരുന്നുകാർക്ക് അവർ നൽകുക. അതിൻ്റെ ഒരു കാരണമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി ലക്ഷദ്വീപിൽ വരികയും അദ്ദേഹം മുഖേന ആ നാട്ടുകാർ മൊത്തം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതാണ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി വന്നാൽ ആ ഒരു സ്വഭാവം എന്തായാലും ഉണ്ടാവുമല്ലോ. ആ ഒരു സ്വഭാവം അവർക്കുണ്ടായതാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ നാടിന്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അടച്ചിടാത്ത പള്ളിയുള്ള നാടാണത്. പള്ളി പൂട്ടാറില്ല, ആർക്കും എപ്പോ വേണേലും കയറാൻ കടന്നുറങ്ങാം. വീടുകൾക്ക് മതിലില്ലാത്ത നാടാണ്. സ്ഥലത്തിന് എങ്ങനെ ചെറിയ അതിരുണ്ടാവും, എല്ലാവർക്കും അറിയും. ആ തെങ്ങ് ഈ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള അതിർത്തി ഉണ്ടാവും. എല്ലാ പറമ്പ് കൂടി എല്ലാവർക്കും വഴി നടക്കാവുന്നതാണ്. വണ്ടിയും കൊണ്ടാവാം, എല്ലാ പറമ്പ് കൂടിയും കൊണ്ടാവാം. അപ്പുറത്തൊരു പേരുണ്ട്, ഇതിൽ കൂടി ഇങ്ങനെ പോകണമെങ്കിൽ. ഇതൊക്കെ നമ്മക്കാണ് പറ്റാത്തത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മക്ക് ഇവിടുന്ന് കുറച്ച് സാധനം കൂടിയിട്ടുണ്ട് നമ്മളെടുത്ത്. ഇവിടെ പഴയുള്ള കുറച്ച് സാധനം നമ്മളെടുത്ത് കൂടിയിട്ടുണ്ട്. കാരണം നമ്മളെ വല്ലിപ്പാര് വാപ്പാന്റെ വാപ്പാര് വല്ലിപ്പാരൊക്കെ ഇവിടുന്ന് കൂടിയവരാണ്. അതുകൊണ്ട് ഇവിടുത്തെ കുറെ പഴയ പരിപാടി നമ്മളേക്ക് കൂടിയിട്ടുണ്ട്. ബഹുമാനിച്ചുകൊണ്ടാണ് ആരെയും വിളിക്കേണ്ടത്. ഏത് മനുഷ്യനെയും ബഹുമാനിച്ചിട്ടാണ് വിളിക്കേണ്ടത്. പക്ഷേ ചില ആളുകളെയെങ്കിലും ബഹുമാനിക്കാതെ വിളിക്കുന്ന ഒരു സമീപനം പുതിയ തലമുറക്ക് വളരെ കുറവാണ്. പക്ഷെ പഴയ തലമുറക്കുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. ചില ആൾക്കാരെ ബഹുമാനിക്കാതെ വിളിക്കുക. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ജോലിക്ക് വരുന്നവരൊക്കെ എത്ര പ്രായം കൂടിയതാണെങ്കിലും എടാന്നൊക്കെ വിളിക്കും. ആരും ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ഇവിടുന്ന് കൂടിയതാണ് സംഗതി. ചിലരെ ബഹുമാനിക്കും. ഇവിടെ ജാതീയതയുണ്ട്. ജാതി ചിലരെ ബഹുമാനിക്കും, ചിലരെ ബഹുമാനിക്കൂല. അങ്ങനെ ഉണ്ടായിരുന്നു. അത് അതേമാതിരി നമുക്ക് വന്നതാ. നമ്മളെല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ്. നമ്മുടെ സംസ്കാരം അതാണ്. അവിടെ നമ്മുടെ സംസ്കാരം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് പ്രധാനമാണ്. ഏത് മനുഷ്യനാണെങ്കിലും, അനുകൂലിക്കുന്ന ആളാണെങ്കിലും പ്രതികൂലിക്കുന്ന ആളാണെങ്കിലും, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും,
ഒരു മനുഷ്യന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് മിത്രത്തോടെങ്ങനെ പെരുമാറുന്നു എന്നതിനെ നോക്കിയിട്ടല്ല, ശത്രുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരാളുടെ നിലവാരം അളക്കുന്നത്. ഞാൻ ഇപ്പം എൻ്റെ ചങ്ങായിമാരോടും സുഹൃത്തുക്കളോടും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നല്ല നിലവാരം അളക്കാൻ വേണ്ടി നോക്കുക. ഞാൻ എൻ്റെ ശത്രുവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ് ഒരാളുടെ നിലവാരം അളക്കാൻ വേണ്ടി നോക്കുന്നത്. മിത്രത്തോടെങ്ങനെ മാറുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ശത്രുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നത്. കൂട്ടുകാരോട് നമ്മളെല്ലാവരും തന്നെ പെരുമാറുള്ളൂ. കൂട്ടുകെട്ടില്ലാത്തവരോട് മാന്യമായി നമുക്ക് കഴിയണം. ഇപ്പൊ നമ്മള് ഒരു ബസ് കയറിയാലേ നമ്മളെ ചെങ്ങായിമാരാരേലും വന്നാലും ഓർക്ക് വേഗം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. അല്ല ഇപ്പൊ ചിലപ്പം കാണാം ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇറങ്ങാൻ നേരത്ത് പിന്നിന്ന് തോണ്ടുണി നമ്മളിരുത്താൻ. എന്താ കാര്യം? തലകെട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്, തലകെട്ടുള്ളതിനൊരു പ്രാധാന്യം കിട്ടും എന്തായാലും, അതൊരു കാര്യമാണ്. പക്ഷെ രണ്ട് വിഷയങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇന്നേക്കാൾ മുന്നേ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത്തത്, ഇയാൾക്ക് ഇറങ്ങാനാവുമ്പോഴല്ലോ സീറ്റ് തരണ്ടേ. സീറ്റ് തരാണെങ്കിൽ ആദ്യം തരണ്ടേ. അയാൾക്ക് വേണ്ടാത്ത സാധനം വേറെ കൊടുക്കലല്ല, ഇയാൾ ഇറങ്ങാനായിട്ടുണ്ട്, അയാൾക്ക് ഞാൻ വേണ്ട. അപ്പൊ വേണ്ടാത്ത പഴയ തുണിക്കുപ്പായും, ഇപ്പൊ ഈ ഫ്ലഡ് ഉണ്ടായ സമയത്ത് തുണിക്കുപ്പായം ശേഖരിക്കുമ്പോ പറഞ്ഞില്ലേ ഉപയോഗിച്ചത് വേണ്ടാന്ന്. അവനാന് വേണ്ടാത്തത് വേറെ കൊടുക്കാനുള്ളതല്ല. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞു കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഓൻ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് വേറെ കൊടുക്കേണ്ടത്. ഓന്റെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊടുക്കലല്ല. അരിഞ്ഞിങ്ങനെ തോണ്ടേണ്ട, 5 വിരലുകൊണ്ടും തോണ്ടേണ്ട കാര്യമൊന്നുമില്ല. ഓന്റെ ആവശ്യം കഴിഞ്ഞു ആരാശ എടുത്തോട്ടെ, വല്ല നീച്ചേണ്ട ഇറങ്ങിപ്പോയാൽ മതി. ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ സംഗതി ഉഷാറാണ്. 10 സീറ്റ് അവന് കിട്ടുന്നതാണ് ഒരു സീറ്റ് കൊടുത്താൽ. കാരണം ഒരു നന്മക്ക് 10 നന്മ ഉണ്ടാവും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തന്നെ ഇക്കൊണമെന്നില്ല, 10 ബസ്സിൽ ഓന് സീറ്റ് ഉണ്ടാവും ഒരു സീറ്റ് കഴിഞ്ഞെടുത്താൽ. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ അവന് 10 നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുന്നതാണ്. ഒരു സീറ്റ് ഒഴിഞ്ഞെടുത്താല് 10 സീറ്റ് അവന് വേണ്ടി അള്ളാഹു ഒഴിച്ചു തരും. ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്താല് 10 വണ്ടി അവന് സൈഡ് നൽകുന്നതാണ്. പക്ഷെ എന്ത് വേണം? ഈ ഹദീസൊക്കെ ഞമ്മക്കാണ് ഈമാനാണ്. ഇതന്നെ സംഗതി. ഹദീസിലുണ്ടായിട്ട് കാര്യമില്ല, ഞമ്മക്കതാണ് വിശ്വാസമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. നമുക്കാണ് വിശ്വാസമാവണം. ഒരാളെ കല്യാണത്തിന് സഹായിച്ചാൽ 10 പേര് അവന്റെ മോളെ കെട്ടിക്കുമ്പോ കല്യാണത്തിന് സഹായിക്കുന്നതാണ്. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് വേഗത്തിൽ ഓടുന്നതിന് പകരം ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ 10 ആളുകളെ അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു നിയോഗിക്കുന്നതാണ്. അങ്ങനെ തന്നെ എല്ലാ കാര്യവും ആലോചിച്ചോളി. ഒരാൾക്ക് കാൽ ചായ വാങ്ങി കൊടുത്താൽ 10 പേര് അവന് ചായ വാങ്ങി കൊടുക്കാൻ അള്ളാഹു നിയോഗിക്കുന്നതാണ്. ഒരാളെ ബഹുമാനിച്ചാൽ 10 പേരെ അവന് ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും 10 ഉണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. പിന്നെന്താ കാര്യം? ഞമ്മക്ക് ഇതൊന്നും കണ്ട ആകണില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക് ആപ്പിള് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ പോയ ഒരു കഥയുണ്ട്. ഉറുമാമ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിക്ക് പനി പിടിപെട്ടു റളിയല്ലാഹു അൻഹ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി പിടിപെട്ടിട്ട് പനി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതി. അലിയാരോട് പറഞ്ഞു, ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് വല്ലാത്ത പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പള്ളിക്കെന്ന് വരുമ്പോൾ അങ്ങാടി പോയിട്ട് കീശയിലുള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങി. നടന്നു വരുമ്പോൾ വഴിയിൽ ജയിൽ മോചിതനായി കടന്നു വരുന്ന ഒരു മിസ്കീനിനെ കണ്ടു. അയാൾ ജയിലിൽ നിന്ന് ചങ്ങല അയച്ചിട്ട് വരികയാണ്. ഒരു മിസ്കീൻ, ബക്കറ്റ് പിരിവുണ്ട്, കൊണ്ടുവരി, മഴ ശക്തമാവുന്നതിന് മുമ്പ് കീശയിലുള്ള കായ് മുഴുവൻ വാങ്ങിക്കോളി. ഇവിടെ പറഞ്ഞല്ല വിഷയങ്ങളൊക്കെ. പള്ളിപ്പണിയുണ്ട്, കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണം, മൈക്കുണ്ട്, പന്തലുണ്ട്, ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പേടിച്ചു. അപ്പം എല്ലാവരും കാര്യമായിട്ട് കീശയിലുള്ളതൊക്കെ കിലുങ്ങാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക. പിന്നെ പള്ളിയുടെ വിഷയങ്ങളുമായും അതിൻ്റെ പ്രവർത്തനങ്ങളുമായും ഒക്കെ എല്ലാവരും കാര്യമായി സഹായിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ.
പിന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ പിരിവിൻ്റെ വയത് ഇത്ര തന്നെ ഉള്ളൂ, കഴിഞ്ഞു. ഇനി മറ്റേ പഴയ വയലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ആ മൂപ്പര് ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും പറയും, അപ്പം കൊടുക്കാൻ തീരുമാനിക്കണ്ട. ഇപ്പം ആദ്യത്തെ ഒരു കൊടുതി എന്നുള്ള നിലയിൽ ആ കീശയിലുള്ള കിലുങ്ങാത്ത സാധനങ്ങളൊക്കെ കൊടുക്കി. പിന്നെ ബാക്കി എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ടി വരും സൗകര്യം പോലെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും വിജയിപ്പിക്കട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ്. എല്ലാ നന്മക്കും 10 ഇരട്ടി കിട്ടും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് ഉറുമാമ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരു മിസ്കീനെ കണ്ടു. അലിയാരോട് ചോദിച്ചു, അലിയാരെ വല്ലാതെ വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആകെ ഒരു ഉറുമാമ്പഴം ഉള്ളത്. അതാണെങ്കിൽ ഫാത്തിമാക്ക് പനി മാറിയിട്ട് ഉറുമാമ്പഴം തിന്നാൻ പൂതിയായപ്പോൾ കൊണ്ടുപോവാണ്. അപ്പം ഇങ്ങനെ മൂപ്പര് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം ഈ മിസ്കീന് കൊടുക്കണോ അതോ ഫാത്തിമ ബീക്ക് കൊണ്ടുപോയി കൊടുക്കണോ? കുറെ നേരം ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനം എടുത്തു. ഫാത്തിമാക്ക് എന്തായാലും വിശന്നിട്ടല്ലല്ലോ, പൈസന് തിന്നാൻ അവിടെ സാധനങ്ങളുണ്ട്, പൂതി ആയതുകൊണ്ടല്ലേ. ഇയാള് വിശന്നിട്ടാണ്. അപ്പൊ വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അയാൾ കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോ മുഖത്തിനൊരു വാട്ടം. കാരണം എന്താ വെച്ചാൽ ആകെ ഒരു ഉറുമാമ്പഴം വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉറുമാമ്പഴം വാങ്ങിയിട്ട് അതൊരു മിസ്കീന് കൊടുത്തു. ഇനിയിപ്പോൾ അതില്ലാതെ വീട്ടിക്ക് ചെല്ലണല്ലോ. അപ്പൊ മുഖത്തിന് ചെറിയൊരു വാട്ടുണ്ടായിരുന്നു. വീട്ടിക്ക് കയറി ചെന്നപ്പോ ഫാത്തിമ ബീവി ചോദിച്ചു, എന്താ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ വിഷമുണ്ടല്ലോ, എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ ഉള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് വരികയായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ മിസ്കീന് ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ഒരാളെ കണ്ടു. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാനതാണ് കൊടുത്തു. രണ്ടാമത് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അപ്പൊ ഞാൻ അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങളത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലാണ് ഭയങ്കര ടെൻഷൻ, കൊടുത്തതുകൊണ്ട് ഭയങ്കര റാഹത്തായി എന്ന് പറഞ്ഞു സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു. അത് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ഓലെ പരിചയക്കാരനായ വേറൊരു സഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. കയ്യിലൊരു കീസുണ്ട്. ഇങ്ങനെ കയറി വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ആ കീസ് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ, ഇങ്ങക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ 9 ഉറുമാമ്പഴമുണ്ട്. 9 ഉറുമാമ്പഴമുണ്ട്. സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതായിരിക്കില്ല എന്ന് പറഞ്ഞു. ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവൂല പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ തന്നെയാണെന്ന് പറഞ്ഞു. ഒരിക്കലും ആവൂല എന്ന് പറഞ്ഞു. അല്ലാന്ന് ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും ആവൂല പറഞ്ഞു. എന്താ അങ്ങനെ ആകായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു തരിക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴമേ ഉള്ളൂ, അള്ളാന്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. മുസ്തഫ നബിക്ക് കണക്ക് തെറ്റൂല. ഇത് 9 ഉള്ളൂ, എനിക്കുള്ളതാണെങ്കിൽ 10 എണ്ണം ആണെന്ന് പറഞ്ഞപ്പോ ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടിയും കൊടുത്തിട്ട് പറഞ്ഞു, 10 എണ്ണം ഉണ്ട്, ഇങ്ങ് എടുത്തോളി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എന്താ പറയാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നിൽ പിടിച്ച് വന്നതായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കണം എന്ന് മൂപ്പരെ മനസ്സിലുണ്ടായിരുന്നു, കൊണ്ടുവരുന്ന ആളെ മനസ്സിൽ. 10 ഉണ്ടായിരുന്നു. പിന്നെന്താ ഞമ്മക്ക് കിട്ടാത്തേ? ഞമ്മക്ക് എന്താ കിട്ടാത്തേ? ഞമ്മക്ക് ഇതാണ്ട് ഈമാനായിട്ടില്ല, അതന്നെ പ്രശ്നം. ഈമാനാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോഴിക്കോട് പാലക്കാട് ഹൈവേയില് മധുരയിന്ന് മംഗലാപുരത്തേക്ക് ലോഡും വണ്ടി പോകുമ്പോ ഞമ്മളാരും റോട്ടുമ്മക്കാണ്ട് കയറിയിട്ട് 2 കൈ ഇങ്ങനെയാണ് കെട്ടിങ്ങാണ്ട് കണ്ണിങ്ങനെയാണ് പൂട്ടിയിട്ടാണ് നിൽക്കൂല. എന്താ കാര്യം? പിരാന്തം വരെ നിൽക്കൂല. എന്താ കാര്യം? മരിച്ചുന്ന ഈമാനാണ്. ജീവൻ പോകുമെന്ന് ഈമാനാണ്, അതുകൊണ്ട് നിൽക്കൂല. പിരാന്തന് വരെ ആ ഈമാൻ ഉണ്ട്, പിരാന്തം വരെ നിൽക്കൂല. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്നാലേ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഒരോട്ടം ഓതിയാലേ ദാരിദ്ര്യം വരൂല എന്നുള്ളത് ഈമാനാണോ? മുഹമ്മദ് നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനാണോ? ഈമാനാണെങ്കിൽ ഓതൂലേ. ദാരിദ്ര്യം പേടില്ലാത്ത ആരാ ഉള്ളത്?
ദാരിദ്ര്യം ഭയമില്ലാത്ത ആരാണുള്ളത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തേ ഓതാത്തത്? ഈമാനാവാത്തോണ്ട്. ഒതുണ്ടാക്കിയിട്ട് കയറുമ്പോ രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതദഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദുആ ഒരാൾ നടത്തിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണെന്ന് പ്ലാസ്റ്റിക്കിന്റെ വെളുത്ത ബോർഡിൽ നീലമഷിയിൽ ഹൗദും കരയിൽ എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ താഴല്ലേ ഈ ദുആ ഒരാൾ നടത്തിയാൽ അവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം എന്നില്ലേ? എന്നിട്ട് എന്താ ഓതാത്തത്? ഇപ്പൊ കിട്ടുമല്ലേ എന്നാവാം. നബി അങ്ങനെയാണ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്നാ നമ്മൾക്ക് തോന്നുന്നത്. ഈമാനല്ല. 7 കോലുള്ള പൊട്ടങ്കേറ്റിന്റെ അടുത്ത് എന്നിട്ടേ അടിയിൽ ഇങ്ങനെ ഫുള്ള് പാറ കാണാനുണ്ടെങ്കിലും അങ്ങോട്ട് ചാടൂല. എന്തേ കാര്യം? കാലൊടിയും എന്നുള്ളത് ഈമാനാ. ചാടൂല. കിണറ്റിന്റെ അവിടെ അങ്ങനെ ചെന്നിട്ടേ ഇങ്ങനെ നോക്കും, പാറയാണെങ്കിൽ ചാടൂല. ആത്മഹത്യ ചെയ്യാൻ പോയ നീർക്കൊല്ലം കണ്ടിട്ട് പോന്നു എന്ന് പറഞ്ഞു എന്ന മാതിരി പോരു. എന്താ കാര്യം? ഇതാണ് ഈമാന് പറഞ്ഞാലേ. പക്ഷെ നമുക്ക് ഈ കാര്യമൊന്നും ഈമാനല്ല. ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ട് ഈമാനാണില്ല. അതുകൊണ്ട് ആദ്യം അതൊക്കെ നമുക്ക് ഈമാന്റെ തലത്തിലേക്ക് വരണം. സ്വർഗം നമുക്ക് ഈമാനാണെന്ന് നമ്മളെ വിചാരം, നരകം ഈമാനാണെന്ന് നമ്മളെ വിചാരം. നരകം ഈമാനാണെങ്കിൽ ഒരാൾ നരകത്ത് പോവൂല. സ്വർഗം ഈമാനാണെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പോവാതിരിക്കൂല. നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട വീടാകുന്നു സ്വർഗം, അസാബുകളെ കൊണ്ട് നിറക്കപ്പെട്ട വീടാകുന്നു നരകം. നരകം തിളച്ചതിൽ നിന്ന് പൊങ്ങും ദോഷികൾ. കൂജന്റെ മാതിരിയാണ് നരകത്തിന്റെ രീതി. മുകൾ ഭാഗം ഇടുങ്ങി താഴ്ഭാഗം വിശാലമാണ്. നരകം തിളച്ച് മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ മേലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഇടുങ്ങും ആ ഇടുങ്ങിയ വശത്ത്. അപ്പൊ ഒരു രേശം തീ ഉറക്കും. 70,000 പ്രകാശവർഷം താഴേക്ക് മനുഷ്യൻ പോകും, വീണ്ടും പിന്നെയും കത്തിക്കും. നരകം ഞമ്മക്കാണ്ട് ഈമാനല്ല. ഈമാനാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ വരെ മനുഷ്യൻ ശ്രമിക്കൂല എന്നാണ് നരകം. അസ്ഹാബുൽ അറാഫ് എന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. നരകം കഴിഞ്ഞിട്ട് സ്വർഗത്തേക്ക് എത്തുന്നതിന്റെ മുന്നേ ഉള്ളൊരു സ്ഥലമാണ് അറാഫ്. സിറാത്ത് പാലം നരകത്തിന്റെ മേലെയാണ്. സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗത്തേക്ക് എത്തുന്നതിന്റെ ഇടയിലുള്ള സ്ഥലം അതാണ് അറാഫ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒമിനൽ അറാഫി റിജാൽ. നന്മതിന്മകൾ തൂക്കിയപ്പോൾ സമമായ ആളുകളാണ് എന്നൊരു അഭിപ്രായം. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണ് എന്ന് വേറൊരു അഭിപ്രായം. എന്തായാലും അഭിപ്രായം ആരായാലും അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒരു പ്രാവശ്യം നരകത്തിലേക്ക് നോക്കും ഒറ്റവട്ടം, പിന്നെ നരകത്തേക്ക് നോക്കാതെ സ്വർഗത്തേക്ക് മാത്രം നോക്കി നിൽക്കും. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്താ ചങ്ങായിമാരെ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് നോക്കാത്തത് എന്ന് ചോദിക്കും. ഇവിടേക്ക് എന്താ നോക്കാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഓല് പറയും, പഠിച്ചോനെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനാണ് എന്ന് പറയും. എന്നാ പൊയ്ക്കോളി അറിയും. അവർ സ്വർഗത്ത് കാക്കും. പിന്നെ എന്തിനാ ഓലവിടെ നിർത്തിയത്? ഒരു വട്ടം കാണിച്ചു കൊടുക്കാന്. നരകം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കാനാ. ഒരു വട്ടം കണ്ടാൽ തന്നെ മതിയാവും അത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കടക്കൊന്നും വേണ്ട. മനുഷ്യൻ ഒരു പ്രാവശ്യം കാണാൻ വരെ താല്പര്യം പ്രകടിപ്പിക്കാത്തതാണ് നരകം എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കണ്ട് ഈമാനാ? സ്വർഗം ഈമാനാണോ? സ്വർഗ ഈമാനാണെങ്കിൽ എന്താ ചെയ്യാ? എപ്പോഴും സ്വർഗത്തെ പറ്റി. ഒരാൾക്ക് മദീന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എപ്പോഴും മദീനത്തെ പറ്റി ആലോചിക്കും. ഒരാൾക്ക് മക്ക ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എപ്പോഴും മക്കത്തെ പറ്റി ആലോചിക്കും. മദീന ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്കെങ്കിൽ എന്ത് സാധനം കണ്ടാലും മദീനത്തേക്കാണ് ആലോചിക്കുക. ഒരു ഫ്ലാസ്ക് കണ്ടാൽ ഈ ഫ്ലാസ്ക് മദീനത്തുനിന്ന് കൊടുന്നാന്നാവോ അങ്ങനെ ആലോചിക്കുക. മദീന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആലോചിക്കുക. സ്വർഗം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഏത് സാധനം കണ്ടാലും അതിനെ സ്വർഗത്തിലേക്ക് ബന്ധപ്പെടുത്തി ആലോചിക്കണം.
ഭയങ്കര ഇഷ്ടമാണെങ്കിൽ, വാസ്തവത്തിൽ നമുക്ക് ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ അടിസ്ഥാന കാരണം അത് സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഉദാഹരണം പറയാന്, പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പാട്ട് എന്റെ കാരണം, പാട്ട് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. പാട്ട് സ്വർഗത്തിലുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ പാട്ടുണ്ടോ? ഇന്നി ഉഹിബ്ബു സമാ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നഅം ഫിൽ ജന്നത്തി സമാ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് സ്വഹാബാ, സ്വർഗത്തിൽ പാട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആ സ്വഹാബി ചോദിച്ചു, നബിയെ സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരെന്ന്? അതാണ് ഇഷ്ടം. ഇഷ്ടം പറഞ്ഞാൽ പിന്നെ വിടൂലല്ലോ. സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തുടങ്ങുമ്പോ സ്വർഗത്തിലൊരു പ്രത്യേകമായ കാറ്റുണ്ട്, പാട്ട് പാടാനായിട്ടുള്ള കാറ്റ്. അല്ലാഹു തആല ആ കാറ്റിനെ വിളിക്കും. ആ കാറ്റിനോടൊരു പാട്ട് പാടാൻ പറയുമ്പോ സ്വർഗത്തിൽ ഖസബ് എന്ന പേരായ മുളകൾ തിങ്ങി നിൽക്കുന്ന ഒരു കാടുണ്ട്. ആ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മുളയുടെ ചില്ലകളെ പരസ്പരം കൂട്ടിയുരസി മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കി തീർക്കുന്നതും അത് കേട്ടുകൊണ്ട് കാട്ടിന് പുറത്തുള്ള മറ്റു മരങ്ങൾ നൃത്തം ചവിട്ടുന്നതുമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പര് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുമോ എന്ന്? ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട് സ്വഹാബ. നബിയെ എങ്ങനെയൊക്കാനും സ്വർഗത്തിലെ ആ വേറുള്ള പാട്ട് എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അല്ലാഹു തആല സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. എന്നിട്ട് മലക്കുകളോട് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ദാവൂദ് നബിനെ ആ സ്റ്റേജ് ഇങ്ങനെ കയറ്റി നിർത്തും. എന്നിട്ട് ഖുർആൻ ഓതാൻ പറയും. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനായിരുന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഡേവിഡ് ദാവൂദിന്റെ പഴയ ജൂതന്മാരും ക്രിസ്ത്യാനികൾ പറയുന്ന പേരാണ് ഡേവിഡ്. ഡാവിഡിന്റെ പ്രതിമ ഉണ്ട്. ഡാവിഡിന്റെ പ്രതിമയിൽ ഒരു മ്യൂസിക് ഉപകരണം അദ്ദേഹം കയ്യിൽ പിടിച്ചതായിട്ട് കാണും. അങ്ങനത്തെ പ്രതിമയാണ് ദാവൂദ് നബിയുടെ പ്രതിമകൾ ജൂതന്മാർ സ്ഥാപിച്ചിട്ടുള്ളത്. ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഭയങ്കര ആകർഷണീയമായ ശബ്ദമായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ദിക്റോ സലാത്തോ വേദപാരായണം, ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പാട്ടുരൂപത്തിലുള്ളതാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം പാട്ടുരൂപത്തിലുള്ളതായിരുന്നു. മഹാനവറുകൾ വേദം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും മാസ്മരികമായ ശബ്ദത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. അങ്ങനെ ദാവൂദ് നബിനെ വിളിക്കും, സ്റ്റേജുമ്മ കയറ്റിയിരുത്തും, എന്നിട്ട് ഖുർആൻ ഓതും. അതിങ്ങനെ കേട്ടിട്ട് സ്വർഗമാകെ ഇങ്ങനെ ആടും എന്ന് പറഞ്ഞപ്പോ ആ സഹാബി ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഇനി വേറെ പാട്ടുണ്ടാവുമോന്ന്? ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഞമ്മക്ക് സ്വർഗം ഇഷ്ടമുണ്ടെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റി വല്ലതും ആലോചിച്ച് ചോദിക്കണം. ഞാൻ നാളെ ഒരു കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഓരോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചു. ആ പോകണമെന്ന് പറഞ്ഞു. പോയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിലിങ്ങനെ പറഞ്ഞു പലതും വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നാ എന്താ സ്വർഗത്തിൽ ഉണ്ടാവുക നിങ്ങളൊന്ന് പറഞ്ഞപ്പോൾ അവസാനം അവർ പറഞ്ഞു ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഇഷ്ടപ്പെട്ടത് ഒന്ന് പറയും നിങ്ങള്. ഇഷ്ടപ്പെട്ട ഒന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല. മനുഷ്യന്മാരെ ഒരു ചെലവും ഇല്ലല്ലോ. സ്വർഗത്ത് പോണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കിട്ടേണ്ട ഒരു ഇഷ്ടമുള്ള സാധനം ആലോചിച്ചാലേ ഒരു പ്രശ്നമില്ലല്ലോ. ഇതിന് വെറുതെ ആലോചിച്ചാലേ. അങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു അള്ളാനെ കാണണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അള്ളാനെ കാണാം.
അപ്പൊ ഈ അള്ളാനെ അങ്ങോട്ട് കാണുമ്പോ ആദ്യം എന്താ പറയാന്ന് ചോദിച്ചു ഞാൻ അവരോട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ അള്ളാനെ കാണണല്ലോ, എനിക്കും കാണണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അള്ളാനെ കാണുമ്പോ ആദ്യം എന്താ പറയാ? അപ്പൊ അങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് പോലെ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതാണ്. ആന്നേ എന്തപ്പോ കാട്ടുന്നതിനൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. സ്വർഗം എപ്പോഴും ഒരു ചിന്താ വിഷയമായിരിക്കണം, എന്നാലേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്വർഗം എപ്പോഴും ആലോചിക്കണം, അതിലെന്തൊക്കെ ഉണ്ടാവും. വാസ്തവത്തില് നമ്മൾ അടിസ്ഥാനപരമായി ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എല്ലാ സാധനവും ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അത് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. അല്ലാതെ അമ്മ കുട്ടികളുണ്ട് എന്നുള്ളതല്ല. കുട്ടികളില്ലാത്തവർക്കും കുട്ടികളെ ഇഷ്ടീക്കാരം. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ഖിദമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഹബാരിഖ വകഅസിൻ മിൻ മഈൻ. ഖിദമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ. സ്വർഗത്തിൽ കുട്ടികളുണ്ട്, അതാണ് എന്നോട് ഇഷ്ടം. പാട്ട് ഇഷ്ടമുണ്ടാകാൻ കാരണം പാട്ട് സ്വർഗത്തിലുണ്ട്. റോസാപ്പൂ ഇഷ്ടപ്പെടാൻ കാരണം എന്തേ? റോസാപ്പൂ സ്വർഗത്തിലുണ്ട് തന്നെ. പാമ്പിനോട് ഇഷ്ടല്ല, എന്തേ കാരണം? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനോട് ഇഷ്ടല്ല, എന്തേ കാരണം? തേള് സ്വർഗത്തിലില്ല. നമ്മളെ ടൈറ്റ് പേര് ആരും വിളിക്കണേ നമുക്ക് ഇഷ്ടമല്ല, എന്തേ കാരണം? അത് സ്വർഗത്തിൽ വിളിക്കൂല. അതുകൊണ്ട് തന്നെ നമ്മളെ ഓമനപ്പേര് വിളിക്കൽ നമുക്ക് ഇഷ്ടമാണ്, എന്തേ കാരണം? സ്വർഗത്തിൽ അതാ വിളിക്കുക തന്നെ. നമ്മുടെ സ്ഥാനപ്പേര് വിളിക്കൽ നമുക്ക് ഇഷ്ടമാണ്, എന്താ കാരണം? ആളുകൾ, മലക്കുകൾ, അസ്രായീൽ അലൈഹിസ്സലാമും അനുയായികളും റൂഹ് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ ആകാശത്തിന്റെ വാതിലിക്കലെത്തുമ്പോ ആകാശത്തിൽ നിന്ന് മലക്കുകൾ ചോദിക്കും, ഇതാരുടെ റൂഹാണ് എന്ന് ചോദിക്കുമ്പോ ആ റൂഹിന്റെ ഉടമസ്ഥന്റെ സ്ഥാനപ്പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുമെന്നാണ്. സ്ഥാനപ്പേര് പറഞ്ഞിട്ട് അസ്രായീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തും. അപ്പൊ അവിടുന്നാണ്ടൊക്കെ സ്ഥാനപ്പേരും ഓമനപ്പേരും വിളിയുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ഥാനപ്പേര് ഇഷ്ടമാണ്, വാപ്പിമിട്ട പേര് ഇഷ്ടമാണ്, ഓമനപ്പേര് ഇഷ്ടമാണ്. ടൈറ്റ് പേര് എവിടെയും വിളിയില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല തന്നെ. അപ്പൊ ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം, ചെറുപ്പക്കാരെല്ലാവർക്കും ഇഷ്ടമാണ്. എന്തേ കാരണം? സ്വർഗത്തിലെല്ലാവരും ചെറുപ്പക്കാരാണ് തന്നെ. കാരണം ചെറുപ്പക്കാരെല്ലാവർക്കും. നരക്കാത്ത മുടി എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തേ കാരണം? സ്വർഗത്തിൽ ആർക്കും മുടി നിരക്കാറില്ല, അത് തന്നെയാണ് കാരണം. ഇഷ്ടപ്പെടുന്ന ഏത് വിഷയം സ്വർഗത്തിൽ നിന്ന് അള്ളാനെ കാണുമ്പോ എന്താ പറയാ? ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എന്താ പറയാ? ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ മറുപടി പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എന്താ പറയാ? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്നാണ് പറയേണ്ടത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണത്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. ഇങ്ങനെ നമ്മൾ സ്വർഗം എപ്പോഴും നമ്മുടെ ഒരു ചിന്താ വിഷയാക്കണം. അപ്പോഴേ നമുക്ക് അതിലേക്ക് പോകാൻ ഇഷ്ടമുണ്ട് എന്ന് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മൾ വർത്താനം പറയുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് എപ്പോഴും മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. അതുകൊണ്ട് സ്വർഗം എപ്പോഴും ചിന്താ വിഷയാക്കുക. നരകത്തെ പറ്റി വല്ലാതെ ആലോചിക്കണ്ട. കാരണം നമുക്കത് ഇഷ്ടമല്ല, നമ്മൾക്ക് പോകാൻ ആഗ്രഹമില്ല. എന്തായാലും നരകം അദാബുകൾ കൊണ്ട് നിറക്കപ്പെട്ടൊരു വീടാണ്, സ്വർഗം നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടൊരു ഭവനമാണ്. അപ്പോ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി പോവുകയാണ്. ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഹദീസായി നിന്നിട്ടൊരു കാര്യമില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഓരോ വെള്ളക്കുപ്പായ എല്ലാവരും വാങ്ങണം. ഒന്ന് മതി, ഒറ്റ വെള്ളക്കുപ്പായ എല്ലാവരും വാങ്ങണം. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുമ്പോഴും മരിച്ചോടത്തേക്ക് പോകുമ്പോഴും ഇടാന്. കാരണം എന്താ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്ത വസ്ത്രത്തെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാദ വകഫിനൂ ഫിഹാ മൗതാകും. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യണേ. തന്നെ കാരണം പെരയില് എല്ലാവർക്കും ഒന്നുകിൽ ആട് വേണം, അല്ലെങ്കിൽ കോഴി വേണം. ഹബീബിങ്ങളെ, ഇതൊക്കെ തന്നെയാണ് വയല് എന്ന് പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ തന്നെയാണ്.
ഒന്നുകിൽ ആ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നേ. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇതു കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. സയ്യിദുനാ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന്. പൈസ ഉള്ളവർ ആടിനെ വളർത്തണം. ആടിനെ വാങ്ങാനുള്ള പൈസ പോരട്ടോ, ആട്ടും കൂട് വാങ്ങാനുള്ള പൈസയും പോരാ, നോക്കാനുള്ള സ്ഥലം കൂടി വേണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞടക്കണ സ്ഥലം ഉണ്ടായിരുന്നു, ഇന്ന് ഒഴിഞ്ഞടക്കണ സ്ഥലമില്ല, ആരാന്റെ പറമ്പക്ക് പോകാൻ പാടില്ല. അപ്പൊ ധനമുള്ളവര് നന്നായി നോക്കാൻ സ്ഥലം കൂടി വേണം. അല്ലെങ്കിലോ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുല്ലൊക്കെ കൊടുക്കാൻ അതിനൊരാൾ ഒഴിഞ്ഞ ആള് വേണം. അങ്ങനത്തെ ഒരു കാട് നല്ലതാണ്. ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജീവിയാണ് ആട്. നല്ല സ്വഭാവമാണ് ആടിന്റെ സ്വഭാവം. ഏതൊരു വസ്തുവിനോടാണ് ഒരു മനുഷ്യൻ പെരുമാറുന്നത് അതിന്റെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് ആട് നല്ല ജീവിയാണ്. ഒരാട് നല്ലതാണ്. ഇല്ലാത്തൊരു കോഴി, കോഴിനെ വളർത്തണം. മുമ്പൊന്നും കോഴിയില്ലാത്ത വീട് ഒറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കോഴിനെ വളർത്താൻ പിന്നെ കോഴിക്കൂടും ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായാൽ മതി. അത് പിന്നെ അടുത്ത വരേക്ക് പോയാലും വലിയൊരു കുഴപ്പമില്ല. അപൂർവം ചില വരക്കാർ കാല് തല്ല് മുറിച്ചൊന്നേ ഉള്ളൂ, എന്നാലും അധികമില്ല. എന്തായാലും ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കോഴി അത്ര തന്നെ പ്രശ്നമില്ല. താറാവ് പ്രശ്നമാണ്, കാരണം മുളച്ചു വരുന്ന എല്ലാ സാധനവും കൊത്തിപ്പറിച്ചു. താറാവ് പ്രശ്നമാണ്, കോഴി പ്രശ്നമല്ല. അതുകൊണ്ട് ധനമുള്ളവർ ആടിനെ വളർത്തണം, ധനമില്ലാത്തവർ കോഴിനെ വളർത്തണം. എന്തെങ്കിലും ഒന്നും ആണോ. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിലേ മനുഷ്യന് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ ആ ജീവികൾ തടയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു, അലി റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പൂച്ചയെ വളർത്തിയിരുന്നു. ആയിഷ ബീവിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആയിഷ ബീവി പറയാണ്, എനിക്കൊരു വളർത്തു പൂച്ചയുണ്ട്. ഞാൻ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും. ചില സമയത്ത് പൂച്ച എൻ്റെ കൂടെ ബെഡ്റൂം എൻ്റെ പുതപ്പിൽ വന്ന് കിടക്കും. ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന സ്ഥലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു. ഒരു യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരികയാണ്. വഴിയിൽ എല്ലാവരും ഇറങ്ങി വിശ്രമിച്ചു. ആയിഷ ബീവി മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോയി. മടങ്ങി വന്നപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. ഒട്ടകക്കട്ടിലിൽ ആയിഷ ബീവി ഉണ്ടാവുമെന്നാണ് അവർ കരുതിയത്. വാസ്തവത്തിൽ മഹദി ഇറങ്ങിയിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ല. ബേജാറായി. പിന്നണി വരുന്നത് പ്രതീക്ഷിച്ചു നിന്നു. പിന്നണി എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട യുദ്ധസംഘം, കച്ചവട സംഘമൊക്കെ പോകുമ്പോ മുന്നണിയും പിന്നണിയും ഉണ്ടാവും. മുന്നിൽ രണ്ടാൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മൂന്നാൾക്കാര്. നല്ല ആരോഗ്യമുള്ള തൻ്റെ ഇടമുള്ള ആൾക്കാർ മുന്നിൽ പോകും. മൂന്നാൾക്കാര് അവരാണ് വഴി അടയാളപ്പെടുത്തുന്നത്. ഇന്നോടത്ത് താമസിക്കാം, ഇന്നോടത്ത് താമസിക്കാൻ പറ്റൂല, ഇന്ന സ്ഥലത്ത് കൊള്ളക്കാരുണ്ട്, ഇന്ന സ്ഥലത്ത് ശത്രുക്കളുണ്ട്, ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട്. അതൊക്കെ നോക്കേണ്ടത് മുന്നണിയാണ്. പിന്നണി ഉണ്ടാവും 2-3 ആൾക്കാർ, നല്ല ധൈര്യശാലികൾ. മൃഗങ്ങൾ, മനുഷ്യർ, ആഭരണങ്ങൾ, ആയുധങ്ങൾ, കച്ചവട വസ്തുക്കൾ എന്തെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, അത് ശേഖരിക്കുക എന്നുള്ളതാണ് പിന്നണിയുടെ ലക്ഷ്യം. അപ്പൊ പിന്നണി വരുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ ആ മണലിലിരുന്നു. വല്ലാതെ ക്ഷീണം കൊണ്ട് അറിയാതെ മണലിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് പിന്നണിയിലുണ്ടായിരുന്നത്. സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയിഷ ബീവി മണലിൽ കിടക്കുന്നത് കണ്ടു. കാറ്റ് കാരണം മുഖത്ത് നിന്ന് മൂടുപടം നീങ്ങി. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ആയിഷ ബീവിയാണെന്ന് മനസ്സിലായി റളിയല്ലാഹു അൻഹ. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ആയിഷ ബീവി ഒട്ടകക്കട്ടിലിൽ കയറ്റി. ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മേലെ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു തുണിയൊക്കെ ആയിട്ട് 2 സൈഡിക്ക് 2 കട്ടിലുണ്ടാവും. കട്ടിന്റെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാം, ഇവിടെ ഒരാൾക്ക് ഇരിക്കാം, അങ്ങനെ 2 ആൾക്ക് ഇരിക്കാം. ആയിഷ ബീവി കട്ടിലിന്റെ ഒരു കട്ടിലിൽ കയറിയത് കൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്തേൽ കയറാമെങ്കിലും അദ്ദേഹം കയറിയില്ല. ആയിഷ ബീവി ഇരിക്കണതിന്റെ നേരെ എടുത്ത് ഇരിക്കണത് ശരിയല്ല എന്ന് തോന്നി, കയറിയില്ല. ഒട്ടകത്തിന്റെ കൈ പിടിച്ച് നടന്നു. അതിനാണ് അദബ് എന്ന് പറയാം.
അതായത് സുബഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാലും ഇരുന്നോട് തന്നെ ഇരുന്നുങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 ചെല്ലണല്ലോ. പക്ഷെ തൊട്ടടുത്തിരിക്കുന്നത് തങ്ങൾ വാപ്പയാണെങ്കിലോ ഇറങ്ങിയിരിക്കണം. അദബിന്റെ മേലെ വേറൊരു സാധനം പോവില്ല. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വാപ്പയാണെങ്കിലോ ഇറങ്ങിയിരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദാണെങ്കിലോ ഇറങ്ങിയിരിക്കണം. ദേശം ഒരു പകുതി മുഴുവൻ ഇറങ്ങാന്നല്ല, ഒരു പൊടിക്ക് ഒന്ന് അദബ് പരിഗണിച്ചുകൊണ്ട് ഇറങ്ങിയിരുന്നിട്ടാണ് ചെല്ലേണ്ടത്. അപ്പൊ ആയിഷ ബീവി കട്ടിലിന്റെ ഒന്നിലുള്ളത് കൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു മറ്റേൽ കയറിയില്ല. അങ്ങനെ പോയപ്പോത്തിന് മുനാഫിക്കീങ്ങൾക്ക് വിഷയം കിട്ടി. ആയിഷാക്കിപ്പോ മുഹമ്മദിനൊന്നും പോരായിട്ട് ഇപ്പൊ സഫ്വാന്റെ ഒപ്പം നടക്കലാണ് പരിപാടി എന്ന് മുനാഫിക്കീങ്ങൾ. അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ എന്ന് പറയുന്ന ഒരു മുനാഫിക്കാണ് ആ സംസാരത്തിന് നേതൃത്വം നൽകിയത്. കപടവിശ്വാസികൾ ഒരാളെ കുറിച്ച് ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം വ്യഭിചാരാരോപണമായിരിക്കും. 4 സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന വിഷയം ഒറ്റ സാക്ഷിയുമില്ലാതെ പറയാൻ ഒരു മടിയുമില്ലാത്ത വാട്സപ്പുകാരും ഫേസ്ബുക്കുകാരുമാണ് നമ്മൾ വലിയ സംഭവത്തിന്റെ ആൾക്കാരാണ്. 4 സാക്ഷികൾ കണ്ടാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ദീന് വിധി പറഞ്ഞിട്ടുള്ള വിഷയം ഒറ്റ സാക്ഷി പോലും ഇല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞെടുക്കുക. പറയാന്നുള്ളതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഗ്രൂപ്പിലിടലേ. പറയാൻ തന്നെ തൊള്ളയിലിടണ്ട, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലും തന്നെയാണ് പറയൽ തന്നെയാകുന്നു. ഒരു ഗ്രൂപ്പിൽ ഒരു സാധനം ഷെയർ ചെയ്താല് 1000 കൊല്ലെങ്കിലും ആ സംഗതി ഓടും. അതായത് നമ്മള് ഒരു ശരിയല്ലാത്തൊരു കാര്യം വെറുതെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ടോ, ഫേസ്ബുക്കിൽ ഒരു ശരിയല്ലാത്തൊരു കാര്യം ഇട്ടാല് അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 കൊല്ലെങ്കിലും, ഇനി ലോകം 2000 കൊല്ലം ഉണ്ടാകുകയാണെങ്കിൽ കേട്ടോ, ഇനി ലോകം എത്ര കൊല്ലാണുള്ളത് അത്ര കൊല്ലവും ഇവൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ശരിയാണെന്ന് ഉറപ്പില്ലാത്ത, കളവാവാൻ സാധ്യതയില്ലതോ അല്ലെങ്കിൽ കളവായതോ ഒരു കാര്യം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ അത് പിന്നെ പോണില്ല. ഫേസ്ബുക്കിൽ നമ്മളൊരു സാധനം ഇട്ട ഒരു പോസ്റ്റ്, ആ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമ്മൾ പിൻവലിച്ചാലും നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അത് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അത് അവിടെ തന്നെ നിൽക്കും. കൊല്ലം തികഞ്ഞ് ഇതേ ഡേറ്റ് വരുമ്പോൾ ഫേസ്ബുക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്തും. മനസ്സിലായ നിങ്ങൾക്ക് സാധനം? അപ്പൊ ഇത് ഇന്ന് 2018 പിന്നെ സെപ്റ്റംബർ 10-ാം തീയതി ഉദാഹരണം എടുത്തോളി, അല്ലെങ്കിൽ ഡിസംബർ 10-ാം തീയതി എടുത്തോളി. 2018 ഡിസംബർ 10-ാം തീയതി ഒരാളൊരു സാധനം ഫേസ്ബുക്കിലിട്ടു. എന്തെങ്കിലും ഒരു സാധനം, അഹമ്മദ് സാഹിബ് മരിച്ചിരിക്കുന്നു. അഹമ്മദ് സാഹിബ് ഇപ്പം മരിച്ചിട്ടുണ്ട്, മുമ്പ് മരിക്കണതിന് മുമ്പ് കുറേ പ്രാവശ്യം മരിച്ചിട്ടുണ്ടായിരുന്നു. അഹമ്മദ് സാഹിബ് മരിക്കണതിന് മുമ്പ് കുറേ തവണ മരിച്ചു. അപ്പൊ അഹമ്മദ് സാഹിബ് മരിച്ചിരിക്കുന്നു എന്ന് ഇട്ടു ഒരാള്. എന്നാൽ 2019 ഡിസംബർ 10 ആവുമ്പോൾ ആരും പറയാതെ ഫേസ്ബുക്ക് ആ സാധനം വീണ്ടും ഒന്നുകൂടി പോസ്റ്റ് ചെയ്യും. എല്ലാ കൊല്ലം തികയുമ്പോഴും രണ്ടാമത് പോസ്റ്റ് ചെയ്യും. എത്ര കൊല്ലം ഫേസ്ബുക്ക് നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലോകം നിലനിൽക്കുന്നുണ്ടോ അത്രയും കൊല്ലം ഈ നോണ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഖബർക്ക് പാർസൽ വരും, കളവ് പറഞ്ഞതിന്റെ ശിക്ഷ. ഗൗരവം നമ്മൾ ആലോചിക്കായിട്ടാണ്. പണ്ടൊക്കെ നമുക്ക് നാവ് അടങ്ങിയിരിക്കണം എന്നാ പറയേണ്ടിയിരുന്നത്, ഇന്ന് വിരലടങ്ങിയിരിക്കണം. വിരലും എപ്പോഴും റബ്ബർ ബാൻഡ് ഇട്ടേക്ക അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. നാവിനേക്കാൾ വലിയ ശല്യമായിട്ടൊന്ന് വിരല് മാറിയിരിക്കുന്നു. രണ്ടും ഒരേ സംഗതിയാണ്. ഈ സംസാരം എന്ന് പറഞ്ഞാൽ വായോണ്ട് മാത്രമല്ല, നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല. നാവ് സംസാരിക്കാനുള്ള സാധനമല്ല. പിന്നെന്തിനാ? നാവ് രുചി അറിയാനുള്ളതാണ്. 3000 ടേസ്റ്റുകളാണ് നാവ് കൊണ്ടറിയുന്നത്. 3000 രുചികൾ. ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. അള്ളാഹു അവർക്ക് വലിയ കൂലി നൽകട്ടെ. ആ വീട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരുടെ വല്ലിപ്പാക്കും സുഖമില്ല എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും രോഗശമനവും നൽകി അനുഗ്രഹിക്കട്ടെ.
വീട്ടുകാർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും സലാമത്തും ആഫിയത്തും നൽകട്ടെ. അവരുടെ മകനെ അള്ളാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം എന്താ പറഞ്ഞത്? നാവ് രുചി അറിയാനുള്ളതാണ്. നമുക്ക് ആകെ 5-6 രുചി അറിയുള്ളൂ. എരിവ്, പുളി, മധുരം 5-6 അറിയുള്ളൂ. വാസ്തവത്തിൽ നാവിന് 3000 ടേസ്റ്റുകൾ അറിയും. 3000 രുചി അറിയാനുള്ള സംവിധാനം നാവുമുണ്ട്. ലോകത്തെ ഏറ്റവും ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ ടേസ്റ്റ് എഞ്ചിനീയറാണ്. ഏറ്റവും ശമ്പളം വാങ്ങുന്ന ജോലിക്കാരൻ, എല്ലാവരെ കൊണ്ടും കഴിയാത്തൊരു പരിപാടിയാണത് ടേസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. വലിയ വലിയ കമ്പനികൾ ഡോളറുകൾ ശമ്പളം കൊടുത്തിട്ട് ടേസ്റ്റ് എഞ്ചിനീയറെ നിയമിക്കും. കുറച്ച് ജന്മസിദ്ധവും ബാക്കി പഠിച്ചുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജന്മസിദ്ധമായി കുറച്ചൊരു ഗുണം വേണം, അങ്ങനെ കിട്ടുള്ളൂ. രുചികൾ തിരിച്ചറിയാനുള്ള അടയാളം. അപ്പൊ അതിനുള്ളതാണ് നാവ്. പല്ലെന്തിനുള്ളതാ? പല്ല് കോയിന്റെ കാലിങ്ങനെ കടിച്ചിങ്ങാണ്ട് വലിക്കാനുള്ളത്. എല്ലാം എന്തിനുള്ളതാ? വർത്തമാനം പറയാനുള്ളതാ? അല്ലേ. ചുണ്ട് എന്തിനുള്ളതാ? ചുണ്ട് വായ അടച്ചു വെക്കാനുള്ളത്. തൊണ്ട എന്തിനുള്ളതാ? തൊണ്ട വായുവും വെള്ളവും താഴേക്ക് ഇറക്കി വിടാനും, പിന്നെ അതിങ്ങനെ ഒന്ന് തുറക്കുക, ഒന്ന് കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഭക്ഷണം ഇങ്ങനെ ചെല്ലുമ്പോൾ അതിന്റെ കോയിലിങ്ങനെ തുറക്കുക, പിന്നെ അത് അടച്ചു വെക്കുക. വെള്ളം ചെല്ലുമ്പോൾ, പിന്നെ വായു ചെല്ലുമ്പോൾ അതിന്റെ കോയില് തുറക്കുക. ഇതൊക്കെയാണ് തൊണ്ടയിലെ പരിപാടികൾ കാരണം. പിന്നെ ഇപ്പം നമ്മൾ വർത്താനം പറയുമ്പോൾ ആമാശയാണ് ഉപയോഗിക്കുന്നത്. വർത്താനം പറയാൻ വായു എടുക്കുന്നത് ആമാശത്തിൽ നിന്നാണ്. ആമാശ എന്തായാലും സംസാരിക്കാനുള്ളതെല്ലാം അത് നമ്മൾ തിന്നുന്ന സാധനം കൂടി അരച്ച് നേരാക്കാനുള്ള സംഗതിയാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല. അടിസ്ഥാനപരമായി അങ്ങനെയല്ല. പിന്നെ ഇതൊക്കെ കൂടി കൂട്ടിങ്ങാണ്ട് വർത്താനം പറയാൻ നമ്മൾ പഠിച്ചതാണ്. വർത്താനം പറയാൻ നമ്മൾ പഠിച്ചതാണ്. ഇതേമാതിരി ചില ആൾക്കാർ കൈകൊണ്ട് വർത്താനം പറയാൻ പഠിക്കും. അങ്ങനെ പഠിക്കും. അതായത് ചെവി കൊണ്ട് കേൾക്കുന്നവർ വായ കൊണ്ട് സംസാരിക്കുന്നു, കണ്ണുകൊണ്ട് കേൾക്കുന്നവർ കൈ കൊണ്ട് സംസാരിക്കുന്നു. അതാണ് ആംഗ്യ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ സംസാരം എന്ന് പറഞ്ഞാൽ നാവ് മാത്രല്ല, വിരലും പ്രധാനമാണ് എന്ന് പറഞ്ഞതാ. ഇന്നിപ്പോ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞതിനേക്കാൾ പ്രധാനമാണ് വിരൽ അടങ്ങിയിരിക്കണം. വിരലുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ നുണയും പ്രചരിപ്പിക്കുന്നത്. ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ചുരുക്കം. എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. എല്ലാ ഹദീസുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം. അപ്പോ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുപാട് നിഅമത്തുകൾ തന്നു. നമുക്ക് വേണ്ടി അല്ലാഹു സ്വർഗം ഒരുക്കി. നമുക്കാണ് സ്വർഗം ഒരുക്കിയത്, നരകം ഒരിക്കലും നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നരകത്തിലെ വറകാവാൻ പാടില്ല. നമ്മൾ സ്വർഗാവകാശികളായിരിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുള്ള വീടാണ് സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. മുനാഫിക്കുകൾ അപ്പോൾ വേണ്ടാത്തത് പറഞ്ഞു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിഷമിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നതിനെ കാത്തുനിന്നു. ദിവസങ്ങളോളം ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നില്ല. അത്രയും ദിവസം നബി തങ്ങൾ ആയിഷ ബീവിയെ കാണാൻ വേണ്ടി വീട്ടിലേക്കും വന്നില്ല. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലേക്ക് വരാതിരുന്ന അത്രയും ദിവസം ഞാൻ വളർത്തുന്ന എന്റെ വളർത്തുപൂച്ചയും വീട്ടിലേക്ക് വന്നില്ല. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ച ഒരാളോട് സംസാരിക്കാൻ വളർത്തു മൃഗം പോലും തയ്യാറല്ല. ആയിഷാബിയുടെ പൂച്ച. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൂച്ച ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, പൂച്ചന്റെ കഥ പറയാനല്ല ഞാൻ പറയണത്, മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം പെരേൽ വേണമെന്ന്. കോഴിയായ വളരെ ഉഷാറായി, നാടൻ കോഴിമുട്ട തിന്നാം, ആംബ്ലേറ്റ് അടിച്ച് കഴിക്കാം, ഫോറിയും വാങ്ങേണ്ടി വരില്ല, നല്ലതായി. കോഴിയാണെങ്കിൽ നല്ലതാണ്. ഹർത്താലിന്റെ ദിവസം ഒരു നാടൻ കോഴിനെ അറുത്തിട്ട് കറിയൊക്കെ വെച്ചിട്ട് നെയ്ച്ചോറും വെച്ചാണ്ട് കുട്ടികളൊപ്പം തിന്ന നല്ലതാണ്. ഒന്ന് റിഫായി ഷേഖിന്റെ പേരിൽ നീർച്ചയാക്കാം. നീർച്ചയാക്കിയാൽ റിഫായി ഷേഖിന്റെ ആണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കോഴി വലുതാവുമ്പോഴോ അതിനെ അറുത്തുങ്ങാണ്ട് പറ്റുമെങ്കിൽ പള്ളിക്കത്തെ മോലിയാരെ വിളിച്ചാളി അല്ലെങ്കിൽ മുക്കറിനെ വിളിച്ചാളി. ഇനി വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ തന്നെ ഒരു ഫാത്തി ചെയ്ത് വരുന്നങ്ങാണ്ട് ചാറ് വെച്ചുങ്ങാണ്ട് കൂട്ടിയാൽ മതി, എന്നാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്.
അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു, നല്ല സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കതൊന്നുമില്ല. ഇന്നൊരു സംരക്ഷണമില്ല, വീടിന് ഒരു ഐശ്വര്യമില്ല. പണ്ടൊക്കെ പെരേക്കണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഹത്തായിരുന്നു. ഇന്ന് പെരേക്കാണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ കൊല്ലണേന് സമമാണ്. എന്താ കാര്യം? റിഫൈൻ ഷെയ്ഖിന്റെ കോഴി അവിടെ ഇല്ല, അതന്നെ പ്രശ്നം. നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കി, ഭയങ്കര റാഹത്താവും ജീവിതം. പണ്ട് റിഫൈൻ ഷെയ്ഖിന്റെ കോഴി അവിടെ ഉണ്ടായിരുന്നു, പെരക്കാരനെ അറുത്ത് തിന്നാൽ മതി. ഒരു ഫാത്തിയോതി റിഫൈൻ ഷെയ്ഖിന്റെ പേരിൽ തോരുന്നാണ്ട് നിങ്ങൾ അറുത്ത് തിന്നാൽ മതി, അല്ലാതെ ഒന്നും ഇല്ല ഇതില്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. ദിക്റും സലാത്തൊക്കെ വീട്ടിലുണ്ടാക്കുക, അതൊക്കെ നല്ലതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനില് ഒരു മനുഷ്യൻ മരിക്കണ നേരത്ത് 2 മലക്കുകൾ യാത്ര പറയുന്ന ഒരു രംഗം പറയുന്നുണ്ട്. 2 മലക്കുണ്ട്, നമ്മൾ ജനിച്ചത് മുതൽ നമ്മളൊപ്പം ഉണ്ട്. സയ്യിദുനാ റഖീബുൻ വഅതീദുൻ അലൈഹിമസ്സലാം. 2 മലക്കുകൾ, മനുഷ്യരുടെ നന്മതിന്മകൾ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 2 മലക്കുകൾ. എല്ലാ മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും, മരിക്കോളം ഉണ്ടാവും. മരിക്കണ നേരത്തെ കെലിമ എല്ലാം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അതും കൂടി ഉണ്ട് എഴുതിയിട്ട് ഓലാണ്ട് സലാം പറയും. അങ്ങനത്തെ ഒരു രംഗം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ പറയുന്നുണ്ട്. ഓലിങ്ങനെ യാത്ര പറയുമ്പോ പറയും, അസ്സലാമു അലൈക്കും ജസല്ലാഹു അന്നാ ഖൈറാ റബ്ബ മജ്ലിസിൻ സ്വാലിഹിൻ നജ്ലസ്തനാ എന്ന് പറയും. ജസല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു ഞങ്ങളെ തൊട്ട് നിനക്ക് ഖൈർ ചെയ്യട്ടെ, പടച്ചോ അന്ന ഖൈറിലാക്കട്ടെ. റബ്ബ മജ്ലിസിൻ സ്വാലിഹിൻ നജ്ലസ്തനാ, എത്ര നല്ല നല്ല സദസ്സുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. മലക്കൾ യാത്ര പറയുമ്പോ പറയും, എത്ര പള്ളിയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര വയതിന്റെ മജ്ലിസിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്, എത്ര നിക്കാഹിന്റെ സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. റബ്ബ മജ്ലിസിൻ സ്വാലിഹിൻ നജ്ലസ്തനാ, എത്ര സ്വാലിഹായ മജ്ലിസുകളിലാണ് നീ ഞങ്ങളെ ഇരുത്തിയത് എന്ന് 2 മലക്കുകൾ യാത്ര പറയുമ്പോൾ പറയുമെന്നാണ്. അതൊരു ഭയങ്കരമായ രംഗയിക്കാനം. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സിനിമ ഹാളിൽ പോയിരുന്ന സമയം മലക്കുകൾ യാത്ര പറയുമ്പോ എത്ര സിനിമ ഹാളിലാജി ഞങ്ങളെ ഇരുത്തിയത് എന്ന് ചോദിക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ നമ്മളെ വീട് തന്നെ സിനിമ ഹാൾ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് റഖീബ് അതീദ് അലൈഹിസ്സലാം എന്നീ 2 മലക്കുകളെ നമ്മൾ എത്ര മോശമായ മജ്ലിസിലായിരിക്കുന്നത്. ചീത്ത മനുഷ്യനോട് യാത്ര പറയുമ്പോ 2 മലക്കുകൾ പറയുന്നതാണ്, മാ ജസല്ലാഹു അന്നാ ഖൈറാ, ചങ്ങായേ പടച്ചോൻ എനക്കൊരു ഖൈറും ചെയ്യാതിരിക്കട്ടെ. റബ്ബ മജ്ലിസിൻ സൂഇൻ നജ്ലസ്തനാ, എത്ര മോശപ്പെട്ട സദസ്സുകളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. പണ്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നാലെങ്കിലും സുരക്ഷിതരായിരുന്നു. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നാലും സുരക്ഷിതരല്ല. കാരണം വീടും നമ്മൾ സിനിമ ഹാളാക്കി വെച്ചിരിക്കുന്നു, വീടും ഗീബത്തിന്റെ സ്ഥലമാക്കിയിരിക്കുന്നു. വീട്ടിൽ ഗീബത്ത് പറയാൻ വേണ്ടി മാത്രമായി മജ്ലിസുകൾ ഒരുക്കിയിരിക്കുന്നു. വീട്ടിൽ ഗീബത്ത് പറയാൻ മാത്രമായിട്ട് വർക്ക് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നു. ഞാനുണ്ടാക്കി, നിങ്ങളുണ്ടാക്കി, നമ്മളെല്ലാരും ഉണ്ടാക്കി. സംഗതി വർക്ക് ഏരിയ ഉണ്ടാക്കിയത് പെരയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമ്പോ അയൽവക്കത്തെ സ്ത്രീകളൊക്കെ വന്നുകാണ്ട് ഉള്ളി തോലൊളിക്കാനും അത് നുറുക്കാനും ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അപ്പൊ നടക്കണത് എന്താ? TV നമ്മൾ വെച്ചത് വാർത്ത കാണാനായിരുന്നു, പക്ഷെ നടക്കണത് എന്താ? വാർത്ത പലരും കാണുന്നുണ്ടോ? ഇല്ല. വാർത്ത തത്സമയം നമ്മൾ അറിയുന്നുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് ഒരു കാണേണ്ട ആവശ്യമില്ലല്ലോ. സ്പെഷ്യൽ കാണേണ്ട ആവശ്യമുള്ള സാധനം വേറെ ആയിപ്പോയി. വാർത്ത നമ്മൾ തത്സമയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനായിട്ടൊരു പ്രത്യേക സമയം ആവശ്യമില്ലാതെ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആയത്. എന്താ കാട്ടുക? ഇനിയിപ്പോ എന്താ കാട്ടുക എന്ന് പറഞ്ഞാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, എന്തേലും കാട്ടിയേ പറ്റും. നമ്മളെ കൊണ്ട് എന്താ കഴിയാച്ചാൽ അത് ചെയ്യണം തന്നെ. അത് പറഞ്ഞപ്പോ ഇന്ന് ഇവിടുന്നാണ് പോയിങ്ങാണ്ട് എല്ലാരും പെരയിലുള്ള TV ഒക്കെ തച്ച് മുടിക്കണം എന്നല്ല ഞാൻ പറയണത്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറയണേ ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് അതിപ്പോ നീ പെട്ടല്ല എന്ന് പറഞ്ഞേ. യാ നബി സലാം അലൈക്കും
യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. 1 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്. നിങ്ങളെല്ലാം എത്ര കാണണേ? 55 മിനിറ്റ് ആയിക്കണോ? അങ്ങനെയുണ്ട്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രസംഗം അധികം നീട്ടിക്കൊണ്ടുപോകണില്ല. ഞാൻ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലും വേണം, നിങ്ങളുടെ ജീവിതത്തിലും വേണം. നമ്മൾ കുറേ ആയത്ത്, കുറേ ഹദീസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് വരുന്നില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് വരണം. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളമിടാൻ കഴിയൂലെങ്കിൽ ഒരു വെള്ളക്കുപ്പായെങ്കിലും നിങ്ങൾ വാങ്ങി. അത്രേ ഞാൻ പറയണുള്ളൂ. ആ ഹദീസിനോടൊന്ന് പിൻപറ്റാൻ ഒരു വെള്ളക്കുപ്പായ നല്ല ലിനൻ്റെ ഒറിജിനൽ സാധനം നോക്കിയിട്ട് ഒന്ന് വാങ്ങുക. ഒറ്റൊന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പോവുക. അങ്ങനെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഏതൊരു നല്ല കാര്യം നമ്മൾ കേട്ടാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് അമൽ ചെയ്യണം. എന്നാലേ നമ്മൾ മുഅ്മിനിന്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരാവുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിൻ ഈമാനിന്റെ അനുബന്ധമായി 70 ചില്ലാനം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാന്റെ അനുബന്ധമായിട്ട് 70 ചില്ലാനം വസ്തുക്കളെ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അന്നദാഫത്ത് മിനൽ ഈമാൻ, അത്തഹൂറു ശത്റുൽ ഈമാൻ, അൽ ഹയാഉ ശുബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാകുന്നു, വൃത്തി ഈമാനിന്റെ ഭാഗമാകുന്നു, ശുദ്ധി ഈമാനിന്റെ ഭാഗമാകുന്നു, നിക്കാഹ് ദീനിന്റെ പകുതിയാകുന്നു, ഖൈർ പറയൽ ഈമാനിന്റെ ഭാഗമാകുന്നു, വിരുന്നുകാരെ ബഹുമാനിക്കൽ ഈമാനിന്റെ ഭാഗമാകുന്നു. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 70-ലധികം കാര്യങ്ങൾ ഈമാന്റെ അനുബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ വരണം. അപ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മൂമിനായി. നമ്മൾ മൂമിനാണെന്ന് നമുക്ക് മാത്രം തോന്നിയാൽ പോരാ, നമ്മളെ കാണുന്നവർക്കും തോന്നണം. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അവൻ മരണപ്പെട്ടതിന് ശേഷം ആളുകൾ പറയുന്ന സംസാരമാണ്. എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു അറിയോ. മയ്യത്ത് ഇങ്ങനെ കണ്ടാല് മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിങ്ങനെ കിടക്കണു എന്ന ആളുകൾ പറയണം. ജനങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ എന്നെ കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നുവോ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. സ്വഭാവം നന്നാക്കുക, നല്ല ഈമാനിക ആവശ്യത്തോടു കൂടെ ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.